أيها الأصدقاء الصغار في الصف الأول ഒന്നാം ക്ലാസ്സിലെ മിടുക്കന്മാരും മിടുക്കികളുമായ എൻ്റെ കൊച്ചു കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. മർഹബൻ, അഹ്ലൻ വസഹ്ലൻ. ഇർഷാദ് മോന്റെയും ഫർഹമോളുടെയും തുടർന്നുള്ള കഥ നമുക്ക് കേട്ടാലോ? നഅം, ബൈനമാ കാന ഇർഷാദ് വഫർഹ യൽഅബനി മഅൽ അസ്ദിഖാ. ചിത്രത്തിലേക്ക് നോക്കൂ, കൂട്ടുകാർ ഒന്നിച്ച് കളിക്കുകയാണ്. ഇർഷാദ് മോനും ഫർഹമോളും കെൽബും അർണബും ലഖ്ലഖും കബുഷും എല്ലാവരും എന്ത് കളിയാണ് കളിക്കുന്നത്? ലഅബ്, ക്രിക്കറ്റ് കളിയാണ് കളിക്കുന്നതല്ലേ? അങ്ങനെ അവർ കളിക്കുന്നതിനിടയിൽ സമിഅത് ഫർഹ സൗതു ഖീ ഖീ ഖീ. ഫർഹമോള് കേട്ടു, ഒരു ശബ്ദം കേട്ടു. എന്താണ് ആ ശബ്ദം? ഖീ 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 എന്ന ഒരു ശബ്ദം കേട്ടു. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആരാണ് ഖീ ഖീ എന്നുള്ള ശബ്ദമുണ്ടാക്കിയത്. സംശയം തോന്നിയ ഫർഹമോൾ എന്ത് ചെയ്തു എന്നറിയുമോ? ഫനദറതു ഫർഹ യമീനൻ വശിമാലൻ. ഫർഹമോള് ഇടത്തോട്ടും വലത്തോട്ടും നോക്കി. എന്തിനു വേണ്ടിയിട്ടാ? ശബ്ദം എവിടെന്നാ കേൾക്കുന്നത് എന്നറിയാൻ വേണ്ടി ഫർഹമോള് ചുറ്റുപാടും ഇങ്ങനെ നോക്കി. ഫറഅത് ഫർഹൻ യബ്കി. അപ്പോൾ അതാ ഒരു കിളിക്കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫറഅത്ത്, അപ്പോൾ അവള് കണ്ടു. ഫർഹൻ യബ്കി, ഒരു കിളിക്കുഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അവള് കണ്ടു. അസ്റഅത്ത് ഫർഹ നഹ്വൽ ഫർഹ്. കളിയൊക്കെ അവസാനിപ്പിച്ച് നമ്മുടെ ഫർഹമോള് ഫർഹിന്റെ അടുത്തേക്ക് ചെന്നു. ആരാ ഫർഹ്? കിളിക്കുഞ്ഞ്. കിളിക്കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്നിട്ട് വസഅലത്ത് ഫർഹ, ഫർഹ കിളിക്കുഞ്ഞിനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ലിമ തബ്കി, എന്തിനാണ് നീ കരയുന്നത്? ലിമ തബ്കി, എന്തിനാണ് നീ കരയുന്നത്? ഐന ഉമ്മുക, നിന്റെ ഉമ്മ എവിടെയാടാ? ഐന ഉമ്മുക, നിന്റെ ഉമ്മ എവിടെ പോയടാ? ആരോടാ ചോദിക്കുന്നത്? ഫർഹിനോട്, കിളിക്കുഞ്ഞിനോട് ചോദിച്ചു. മാദാ ഖാലൽ ഫർഹു, അപ്പോൾ എന്താണ് കൂട്ടുകാരെ ഫർഹ് പറഞ്ഞിരിക്കുക? എന്തായിരിക്കും ആ കിളിക്കുഞ്ഞ് പറഞ്ഞിരിക്കുക? മാദാ ഖാലൽ ഫർഹു, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫർഹ് കിളിക്കുഞ്ഞ് എന്താ പറഞ്ഞിരിക്കുക? അങ്ങനെ അഖദത് ഫർഹ ഹാദൽ ഫർഹ് വ തമഅനതുഹു. ഫർഹമോൾ എന്താ ചെയ്തത്? കളിക്കുന്നതിനിടയിൽ ഫർഹിന്റെ അടുത്തേക്ക് വന്ന് ആ ഫർഹിനെ എടുത്തു. എന്നിട്ട് അവനെ തമഅനതുഹു, അവനെ സമാധാനിപ്പിച്ചു. ആരാ സമാധാനിപ്പിച്ചത്? ഫർഹമോള് ആശ്വസിപ്പിച്ചു. ആരെ? ഫർഹ് കിളിക്കുഞ്ഞിനെ ഫർഹമോള് ആശ്വസിപ്പിച്ചു. പക്ഷേ പക്ഷേ ബക്കൽ ഫർഹു, ഫർഹ് കിളിക്കുഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. എങ്ങനെയാ കരഞ്ഞത്? ഖീ ഖീ ഖീ. കൂട്ടുകാരെ ഒന്ന് വായിച്ചു നോക്കിയേ. ബക്കൽ ഫർഹു ഖീ ഖീ ഖീ. ഒന്ന് വായിച്ചു നോക്കിയേ മക്കളെ. ബക്കൽ ഫർഹു ഖീ ഖീ ഖീ. നമുക്ക് പറഞ്ഞു നോക്കിയാലോ? ബക്കൽ ഫർഹു, കിളിക്കുഞ്ഞ് കരഞ്ഞു. എങ്ങനെയാ കരഞ്ഞത്? ഖീ ഖീ ഖീ. കേട്ടിട്ടില്ലേ? കിളിക്കുഞ്ഞുങ്ങളുടെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടില്ലേ? ബക്കൽ ഫർഹു, കിളിക്കുഞ്ഞ് കരഞ്ഞു. എങ്ങനെയാ കരഞ്ഞത്? ഖീ 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 എന്ന് പറഞ്ഞു കരഞ്ഞു. ഒന്ന് വായിച്ച മക്കളെ. ബക്കൽ ഫർഹു, ബക്കൽ ഫർഹു ഖീ ഖീ ഖീ. ഒന്ന് വായിച്ചേ മക്കളെ. ബക്കൽ ഫർഹു ഖീ ഖീ ഖീ. ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ കൂട്ടത്തിൽ
ചില കുട്ടികൾക്കൊക്കെ ഹയവാനാത്ത് മൃഗങ്ങളുടെയും അത്തുയൂർ പക്ഷികളുടെയും ഒക്കെ ശബ്ദം അനുകരിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താ? കാക്കയുടെ ശബ്ദം അതുപോലെ ചെയ്യാൻ സാധിക്കുന്ന കൂട്ടുകാരില്ലേ? നാം ബഖറ, പശുവിന്റെ ശബ്ദം അതുപോലെ ചെയ്യാൻ സാധിക്കുന്നവരില്ലേ? ഉണ്ട്. അങ്ങനെയുള്ള കൂട്ടുകാർ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്കൊക്കെ അത്തരത്തിലുള്ള അനുകരിച്ചുള്ള ശബ്ദങ്ങളുടെ വോയിസ് ഇട്ട് കൊടുക്കണം. അപ്പൊ അത് നിങ്ങളുടെ കൂട്ടുകാർക്കും സ്കൂളിലെ ടീച്ചർക്കും ഒക്കെ ഒരു വിരുന്നായി മാറും. അത് നല്ല ഒരു കഴിവാണ് കേട്ടോ. കൂട്ടുകാരെ, നമുക്ക് ചില ഹയവാനാത്തുകളുടെയും തുയൂറുകളുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങളും വീഡിയോകളും ശ്രദ്ധിക്കാം. ആരാണ് ആദ്യത്തെ വീഡിയോയിലുള്ളത്? ബക്കറത്ത്. ബക്കറത്തിന്റെ ശബ്ദം ശ്രദ്ധിക്കുന്നില്ലേ? ബക്കറത്ത്. ഇതുപോലെ നിങ്ങൾക്ക് കഴിയുമോ? നോക്കിക്കേ. കബിഷ്. പറഞ്ഞോളൂ മക്കളെ. കബിഷ് നമ്മൾ പലതവണ പഠിച്ചതല്ലേ? കബിഷിന്റെ സൗത്ത് ശബ്ദം നിങ്ങൾ അനുകരിച്ച് അതുപോലെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുമല്ലോ. അടുത്തതാണ് ബത്വത്തുൻ ജമീലത്തുൻ, മനോഹരിയായ ബത്വത്ത്, താറാവുണ്ടല്ലേ. ഗുറാബ്, കറുത്ത സുന്ദരിയാണ് ഗുറാബ് അല്ലേ. ഗുറാബിന്റെ ശബ്ദം എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലോ. എന്ന ശബ്ദമുണ്ടാക്കുന്ന ഗുറാബ് എന്ത് ശബ്ദമാണ് ഉണ്ടാക്കാറുള്ളത്? അടുത്തത് നോക്കിക്കോളൂ. ദീക്ക്. കൊക്കോ. ദീക്കിന്റെ ശബ്ദം അറിയില്ലേ? കേൾക്കുന്നില്ലേ? കൊക്കോ. നോക്കിക്കോളൂ. അടുത്തത് ഖിത്വാണല്ലേ. മ്യാവൂ. ഖിത്ത്. മ്യാവൂ. നോക്കിക്കോളൂ. കെൽബാണല്ലേ. കെൽബിന്റെ ശബ്ദം എന്താണ്? ബൗ. കെൽബിന്റെ ശബ്ദം എല്ലാ കൂട്ടുകാർക്കും അറിയില്ലേ? കെൽബ്. ബൗ. ആരാണ്? കെൽബ്. കെൽബിനെ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടോ? കെൽബിന്റെ അതേ ശബ്ദം എടുക്കാൻ കഴിയുന്നവരുണ്ടോ? ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ എല്ലാ ഹയവാനാത്തുകളുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദം അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ ടീച്ചർക്ക് വോയിസ് ആയിട്ട് അയച്ചു കൊടുക്കുമോ? അപ്പോൾ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലുള്ള രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും കാണുമല്ലേ? മാത്രമല്ല നിങ്ങളുടെ ടീച്ചർക്കും അതും ഇഷ്ടമാകും. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ആരുടെ ശബ്ദമാണ്? കെൽബ്. കെൽബ് ഉണ്ടാക്കുന്ന ശബ്ദം എങ്ങനെയാണ്? ബൗ. അവസാനം പറഞ്ഞ 4 പേരുടെയും ശബ്ദങ്ങൾ നമുക്കൊന്ന് അനുകരിച്ചു ചെയ്തു നോക്കാം. അതുപോലെ ചെയ്തു നോക്കാം. ആരൊക്കെയാണ്? ഗുറാബ്, ദീക്ക്, ഖിത്ത്, കെൽബ്. കൂട്ടുകാരെ, ആദ്യം നമുക്ക് ഗുറാബിൻ്റെതാക്കാം. എല്ലാവർക്കും കൂടുതൽ പരിചയമുള്ളതല്ലേ ഗുറാബ്? എങ്ങനെയാണ് ഗുറാബിന്റെ ശബ്ദം? കൂട്ടുകാരെ കൂടെ പറയാമോ? ഒന്നുകൂടെ പറഞ്ഞോളൂ. അസാനി. രണ്ടാമത്തത് ആരാണ്? ദീക്കാണല്ലേ. ദീക്ക്. നല്ല ഭംഗിയാണ് ദീക്കിനെ കാണാൻ. നോക്കൂ, നമ്മുടെ ചിത്രത്തിലുള്ള ദീക്കും നല്ല ഭംഗിയുള്ള ദീക്കാണല്ലേ. ദീക്കിന്റെ ശബ്ദം എങ്ങനെയാണ്? രാവിലെ ആളുകളെയൊക്കെ നേരത്തെ വിളിച്ചുണർത്തുന്ന ദീക്കിന്റെ ശബ്ദം എങ്ങനെയാണ്? കൊക്കോ. നോക്കൂ. കൊക്കോ. കണ്ടില്ലേ? ദീക്കിന്റെ സൗത്തുമായി ദീക്കിന്റെ ശബ്ദവുമായി കോ. അസാലിസ്. മൂന്നാമത്തേത് ഖിത്ത്. ഖിത്തിൻ്റെത് നമുക്ക് ചെയ്തു നോക്കാം. മ്യാവൂ. ഖിത്ത്.
മ്യാവൂ മ്യാവൂ. കൂട്ടുകാർക്ക് മാഷ് ചെയ്യുന്നതിലേറെ ഭംഗിയായിട്ട് ഈ ശബ്ദങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് അറിയാം. നിങ്ങളുടെ ടീച്ചർക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവധി നല്ല ശബ്ദത്തിൽ ഇവരുടെയൊക്കെ ശബ്ദം അനുകരിച്ച് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. അടുത്തത് ആരാണ്? കെൽബ്. കെൽബിനെ കണ്ടില്ലേ? കെൽബ് ആരാണ്? ഡോഗാണല്ലേ. ഡോഗ് എങ്ങനെയാണ് ശബ്ദമുണ്ടാക്കുന്നത്? ബൗ ബൗ ബൗ. എങ്ങനെയാണ്? ബൗ ബൗ ബൗ. എങ്ങനെയാണ്? ബൗ ബൗ ബൗ. കൂട്ടുകാരെ, ഇനി ഞാൻ പേര് പറയാം, നിങ്ങൾ അവരുടെ ശബ്ദമുണ്ടാക്കണം കേട്ടോ. ഖുറാബ് എങ്ങനെയാണ്? അഹ്സൻതും. ഖാ ഖാ ഖാ. ദീക്. കോ 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 കോ. അടുത്തതാരാണ്? ഖിത്ത്. ഖിത്തിൻ്റെത് എങ്ങനെയാണ്? മ്യാവൂ മ്യാവൂ. അടുത്തത് കെൽബ്. ബൗ ബൗ ബൗ. ഇനി നമുക്ക് ഇത് വെച്ചുള്ള നല്ല ഒരു പാട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഹയ്യ നുൻഷിദു വനതഅറഫു. വരുവിൻ, നമുക്ക് പാടാം, പരിചയപ്പെടാം. നമുക്ക് പാടിയിട്ട് പരിചയപ്പെടാം. ഹയ്യ നുൻഷിദു വനതഅറഫു. നമുക്ക് പാടാം, മനസ്സിലാക്കാം. നഅഖ ഖുറാബുൻ ഖാ ഖാ ഖാ. സ്വാഹദ്ദീകു കോ കോ കോ. മാ അൽഖിത്തു മ്യാവൂ മ്യാവൂ. നബഹൽ കൽബു ബൗ ബൗ ബൗ. ഇനി നമുക്ക് തസ്നി ടീച്ചറുടെ വിവിധ ഈണത്തിലുള്ള ഈ കവിത കേട്ട് നോക്കിയാലോ? നഅം. എല്ലാവരും നന്നായി ശ്രദ്ധിക്കണേ. ഖുറാബുൻ ഖാ ഖാ ഖാ. സ്വാഹദ്ദീകു കോ കോ കോ. മാ അൽഖിത്തു മ്യാവൂ മ്യാവൂ. നബഹൽ കൽബു ഭൗ ഭൗ ഭൗ. നബഹൽ കൽബു ഭൗ ഭൗ ഭൗ. ഖുറാബുൻ ഖാ ഖാ ഖാ. സ്വാഹദ്ദീകു കോ കോ കോ. മാ അൽഖിത്തു മ്യാവൂ മ്യാവൂ. നബഹൽ കൽബു ബൗ ബൗ ബൗ. നബഹൽ കൽബു ബൗ ബൗ ബൗ. നഅഖ ഖുറാബുൻ ഖാ ഖാ ഖാ. സ്വാഹദ്ദീകു കോ കോ കോ. മാ അൽഖിത്തു മ്യാവൂ മ്യാവൂ. നബഹൽ കൽബു ബൗ ബൗ ബൗ. നബഹൽ കൽബു ബൗ ബൗ ബൗ. നഅഖ ഖുറാബുൻ ഖാ ഖാ ഖാ. സ്വാഹദ്ദീകു കോ കോ കോ. മാ അൽഖിത്തു മ്യാവൂ മ്യാവൂ. നബഹൽ കൽബു ബൗ ബൗ ബൗ. നബഹൽ കൽബു ബൗ ബൗ ബൗ. എങ്ങനെയുണ്ടായിരുന്നു? തുയൂറുകളുടെയും ഹയവാനാത്തുകളുടെയും, അതായത് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ശബ്ദങ്ങൾ വെച്ചുള്ള മനോഹരമായ ഗാനം നിങ്ങൾ കേട്ടില്ലേ? എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടാകും അല്ലേ? നഅം. കൂട്ടുകാരെ, എങ്കിൽ നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഖാ 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 ആരുടെ ശബ്ദമാണ്? അറബിയിൽ പറയണം കേട്ടോ. ആരുടെ ശബ്ദമാണ്? ഖുറാബ്. അഹ്സൻതും. കോ 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 ആരുടെ ശബ്ദമാണ്? ആരുടേതാണ്? നഅം. ദീക് ദീക്. അഹ്സൻതും. മ്യാവൂ മ്യാവൂ ആരുടേതാണ്? അയ്വ. അഹ്സൻ
അഹ്സൻതും ഖിത്ത് നഅം ഖിത്ത് ബൗ 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 ആരുടേതാണ് മക്കളെ? നഅം കെൽബിൻ്റെതാണല്ലേ. അഹ്സൻതും നല്ല കുഞ്ഞുങ്ങളാണല്ലോ. നമുക്കിനി ആ ഗാനം ഒന്നുകൂടെ പാടി നോക്കിയാലോ? മാഷ് പാടിത്തരാം, നിങ്ങളും പാടണം കേട്ടോ. ഒന്ന് പാടിക്കേ മക്കളെ. സ്വാഹദിക്കു കൊക്കോ സ്വാഹദിക്കു കൊക്കോ മാ അൽഖിത്തു മ്യാവൂ മ്യാവൂ മാ അൽഖിത്തു മ്യാവൂ മ്യാവൂ നബഹൽ കൽബു ബൗ 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 നബഹൽ കൽബു ബൗ ബൗ ബൗ. ഒന്നുകൂടെ ഭാഷ കൂടെ പാടിക്കേ, എല്ലാ കൂട്ടുകാരും പാടണം. നഅഖൗറാബുൻ ഖഖഖ സ്വാഹദിക്കു കൊക്കോ മാ അൽഖിത്തു മ്യാവൂ മ്യാവൂ നബഹൽ കൽബു ബൗ 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 നബഹൽ കൽബു ബൗ ബൗ ബൗ. ഇനി നിങ്ങൾക്ക് അറിയുന്ന ഈണങ്ങളിലൊക്കെ ഈ പാട്ടൊന്ന് പാടി നോക്കണം കേട്ടോ. കാണാതെ പഠിച്ചതിന് ശേഷം നിങ്ങൾ പാടിയതിൻ്റെ ഒരു വോയിസ് നിങ്ങളുടെ ടീച്ചർക്കും മാഷിനും ഒക്കെ ഇട്ടുകൊടുക്കുമല്ലോ. അങ്ങനെ നല്ല കുട്ടികളായി ഈ പാഠഭാഗം പഠിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. നഅഖൗറാബുൻ ഖഖഖ സ്വാഹദിക്കു കൊക്കോ